ഹലോ കൂട്ടുകാരെ, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഒന്ന് രാവിലെ അമ്മയെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചിട്ട് ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ഡിഷ്, അതായത് ഗോൾഡൻ കോക്കനട്ട് സോയ റോസ്റ്റ്. അത് എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഇത് കണ്ടു നോക്കൂ വീഡിയോ, എന്നിട്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്യൂ, അഭിപ്രായം അറിയിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ആദ്യം വെളിച്ചെണ്ണ എടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക, പക്ഷേ എൻ്റെ രീതിയിൽ ഒരു ടേസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം, കുറച്ച് കറിവേപ്പില. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ചോപ്പോ അങ്ങനെ വേണം യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പൊന്തമുളക് ഉണ്ടല്ലോ, നമ്മളെ ബിഗ് ചില്ലി സാമ്പാറിനിടുന്നത്, അത് നമ്മൾ കുറച്ച് സ്ലൈസ് ചെയ്തിടാം. പിന്നെ കോക്കനട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഒന്നോ രണ്ടോ ഓണിയൻ ആഡ് ചെയ്യാം, അതായത് സവാള ആഡ് ചെയ്യാം. അത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ വരണം. അതായത് നമുക്കിത് പെട്ടെന്നാവാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ആ കളർ ചേഞ്ച് വന്നതിന് ശേഷം ഏകദേശം ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത് ഒരു പഴുത്ത ടൊമാറ്റോ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഏകദേശം അതൊരു നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇതായ ഉടനെ നമുക്കിതിൽ അടുത്ത് ആഡ് ചെയ്യാനുള്ളത് നമുക്ക് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് അത് നമ്മൾ നാച്ചുറലായിട്ട് തന്നെ തേങ്ങ തിരുമ്മി പാലുണ്ടാക്കുക. അതിൽ ഒന്നാം പാല് രണ്ടാം പാലും എടുക്കണം. മാക്സിമം അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഈ പൊടിയൊന്നും വാങ്ങി ഇതിൽ യൂസ് ചെയ്യാതിരിക്കുക. കോക്കനട്ട് മിൽക്കിൻ്റെ ഡയറക്റ്റ് തന്നെ തേങ്ങ തിരുമ്മി തന്നെ പാലെടുക്കുക. അതിൽ ഒന്നാം പാലാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാം പാൽ ആഡ് ചെയ്ത് ഒന്ന് ഇപ്പോൾ തന്നെ ഒരു ക്രീമി ടെക്സ്ചർ കയറി വരും, കാണാൻ നല്ലൊരു ഭംഗിയായി. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, ടർമറിക് പൗഡർ ആഡ് ചെയ്യാം. ഇതിൽ ആപ്പാടെ ചേരുന്ന മസാല അതാണ്. അതും കുരുമുളകൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, വേറെ അല്ലാതെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഗോൾഡൻ അങ്ങനെ വിളിക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കുറച്ചൊന്ന് സെറ്റായി വന്ന ഉടനെ നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് സെറ്റാകുന്നുണ്ട്. അതായ ഉടനെ നമുക്കിതിലേക്ക് കുറച്ച് രണ്ടാം പാല് ചേർക്കാം. രണ്ടാം പാല് ആഡ് ചെയ്യുക. രണ്ടാം പാല് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നല്ലൊരു ക്രീമി ടെക്സ്ചർ കയറും. ക്രീമി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ വൈറ്റ് പേപ്പറാണ് നല്ലത്. ബ്ലാക്ക് പേപ്പർ ഇപ്പം വൈറ്റ് പേപ്പറിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് പേപ്പർ ആഡ് ചെയ്തത്. ശരിക്കും വൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം. ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ ആപ്പടെ വരുന്ന. സത്യം പറഞ്ഞാൽ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഇത്രയാണ് ഇതിൽ ആപ്പയുടെ ഒരു മസാലയായിട്ട് ആഡ് ആകുന്നത്. ഇത് കറി സെറ്റായി വരുമ്പം നന്നായിരിക്കും കേട്ടോ, ടേസ്റ്റ് നന്നായിട്ടിരിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ആഡ് ചെയ്യുക. സോക്ക് ചെയ്ത് നമ്മൾ വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആക്കും കേട്ടോ. കാരണം റോസ്റ്റഡ് എന്ന് പറയുമ്പം നല്ല കുറച്ച് റോസ്റ്റഡ് ടൈപ്പ് ട്രൈ ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ, ദോശയുടെ കൂടെ ഒരു കോമ്പിനേഷന് വേണ്ടിയാണ്. അപ്പം ഡ്രൈ ആയിട്ട് എടുത്താൽ നന്നായിട്ടിരിക്കും, ടേസ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഈ ദോശയുടെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ച് ലൂസ് ഇതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സോയ ആയതുകൊണ്ട് നമ്മൾ ലൂസാണെങ്കിലും ശരിക്കും കുക്ക് ചെയ്ത് ഇറക്കുമ്പോൾ ഇത് വെള്ളം വലിച്ചെടുക്കും, അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അപ്പം എന്തായാലും സാധനം സെറ്റായി വരുന്നുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യുക. പിന്നെ ഇത് എന്താ പറയുക, ഇതൊരു പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയൊരു വീഡിയോ അല്ല, പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. നമ്മുടെ ഈ ചാനലിൽ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം എന്താ പറയുക,
രാവിലെ കണ്ടപ്പോൾ ഒന്ന് എങ്കിൽ ശരി വീഡിയോ ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാം എന്തെങ്കിലും ഇതിലൊരുപാട് പ്രശ്നം കാണുമെന്ന് അറിയാം. അപ്പം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഷാണ്. വലിയ മസാലസ് ഒന്നും ആഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. പിന്നെ ഇതിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് വറ്റൽമുളകും കടുകും കൂടെ ഒന്ന് താളിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ഇതാവും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ അത് നേരെ ഇത് കഴിഞ്ഞു ഏകദേശം നമുക്കിത് റെഡിയായി, ഡ്രൈ ആയിട്ടുണ്ട്. നേരത്തേക്കാളും നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതായിരുന്നു ദോശയ്ക്ക് കഴിക്കുന്നുണ്ട്. അതിപ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ശരിക്കും അത് കുറച്ചും കൂടെ ഡ്രൈ ആക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു റോസ്റ്റ് ഫീൽ തന്നെ കിട്ടും. നല്ലൊരു ടേസ്റ്റായി, കാണാനൊരു ഫീൽ ഗുഡായിരിക്കും. അപ്പോൾ ഇത് നേരെ നമുക്കൊരു ഡിഷിൽ മാറ്റാം. എന്തായാലും അതിനുള്ള ഇതായി. അതിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ കടുക് വറക്കുമ്പോൾ. അപ്പം നമ്മുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഇതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ഓൾറെഡി റെഡിയായി. ഇതിലേക്കൊരു ഗാർണിഷിന് വേണ്ടി നമുക്ക് ആ പൊന്തൻ മുളക് തന്നെ നീളത്തിന് സ്ലൈസ് ചെയ്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് മേളിലിട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഗാർണിഷ്. എപ്പോഴും ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗാർണിഷ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് ഒരു കാണാനും കണ്ണിനൊക്കെ ഒരു പ്രസൻറ്റബിൾ ആയിരിക്കും. അതിന് പെട്ടെന്നുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ ദോശയുടെ കൂടെയാണ് ട്രൈ ചെയ്യുന്ന കോമ്പിനേഷൻ. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, സാധനം എന്തായാലും സൂപ്പറായിട്ട്